പ്രേക്ഷകരെ ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പൊ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും അവരുടെ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആര് എവിടെ മത്സരിക്കണം, എങ്ങനെ സീറ്റ് വിഭജിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ എല്ലാവരും ഇഴകീറി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. CPIM-നെയും ഇടത് മുന്നണിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു തുടർഭരണത്തിന് വേണ്ടി ജനവിധി തേടാൻ വേണ്ടി ഇറങ്ങുന്ന കൂട്ടരും കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേരുന്ന ദിവസമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ്. സംസ്ഥാന നേതൃയോഗങ്ങൾക്കൊക്കെ ഇന്ന് തുടക്കമാകുന്നതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നാണ്. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കും. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ആലോചനകൾ ഇന്നുണ്ടായേക്കും. അർജുൻ രാജ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന യോഗങ്ങളാണ്. ഒപ്പം തന്നെ ഈ ടേം വ്യവസ്ഥയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അതിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഉണ്ടാകുമോ ഇന്ന്? ഒപ്പമാണ് ഈ മേഖലാ ജാഥകൾ, 3 മേഖലാ ജാഥകളും സമാപിച്ചു. പക്ഷേ ഈ മേഖലാ ജാഥകൾക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല എന്ന CPI-യുടെ വിമർശനം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമോ? സേതു, ഗുഡ് മോർണിംഗ്. CPIM-നെ സംബന്ധിച്ചിടത്തോളവും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അത് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. നാളെ സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രാഥമികമായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് CPM കടക്കും എന്നുള്ളതാണ് ഈ യോഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത്. ഒപ്പം തന്നെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ 3 മേഖലകളായി നടത്തിയ LDF-ന്റെ ജാഥ അത് ഈ യോഗത്തിൽ വിലയിരുത്തപ്പെടും. നേരത്തെ CPI-യുടെ വിലയിരുത്തൽ ആ ജാഥകൾ വേണ്ടത്ര രീതിയിൽ ആളുകളിലേക്ക് എത്തിയില്ല, അത് പൂർണ്ണമായും വിജയമാണ് എന്ന വിലയിരുത്തൽ CPI-ക്ക് ഇല്ല. CPIM-നും ഒരു തരത്തിലുള്ള വിമർശനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വേണ്ടത്ര രീതിയിൽ പ്രചരിക്കപ്പെട്ടില്ല. CPIM-ന്റെയും CPI-യുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും ഈ മേഖലാ ജാഥകൾ എന്നുള്ള വിമർശനം CPM-ന്റെ പല മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് സെക്രട്ടേറിയറ്റ് എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ മുൻപൊക്കെ CPM-ന്റെ ജാഥകൾ വരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ LDF-ന്റെ ജാഥകൾ വരുന്ന ഘട്ടത്തിൽ ലഭിച്ചിരുന്ന ഒരു സ്വീകാര്യതയുടെ ആ തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഗൗരവമായിട്ടുള്ള ആലോചന CPM-ൽ നടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് അത് എങ്ങനെ വേണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. അതിൽ ഈ 2 ടേം വ്യവസ്ഥ എന്നുള്ളത് ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഇതിനോടകം തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതിൽ ഔദ്യോഗികമായി ആ തലത്തിലെ ചർച്ചകളിലേക്ക് CPM കടന്നിട്ടില്ല. പൊളിറ്റ് ബ്യൂറോയ്ക്ക് അകത്ത് അടക്കം ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കും അത്. സ്വാഭാവികമായും CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലും ആ വിഷയം ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഒപ്പം തന്നെയാണ് LDF-ന്റെ പ്രകടന പത്രിക അത് എങ്ങനെ വേണം എന്ന കാര്യത്തിലുള്ള ചർച്ചകളിലേക്കും CPIM കടക്കുകയാണ്. അത് രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക ആലോചനകളും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ടുള്ള ചർച്ചകളിലേക്ക് CPIM-ഉം കടക്കുകയാണ്. സേതു. ഓക്കെ അർജുൻ, ശരി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ CPM-ഉം ചർച്ചകളിലേക്കൊക്കെ, തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കിടക്കുക. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം സംസ്ഥാനത്ത് മൊത്തത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കഴിഞ്ഞു അല്ലേ? എല്ലാവരും നേതാക്കളൊക്കെ സംസാരിക്കാൻ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. അതേപോലെ തന്നെ ചർച്ചകളും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഇപ്പം അടുത്ത മാസം തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ പിന്നെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മളങ്ങ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യും.